ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ബ്ലാക്ക് ഫ്രൈഡേനെ കുറിച്ചിട്ടാണ്. ഇവിടെ പലരും ചോദിക്കാറുണ്ട്, എന്താണ് ബ്ലാക്ക് ഫ്രൈഡേ, എന്താണ് സംഭവം, വല്ല ഗുണമുണ്ടോ, അങ്ങനത്തെ പല കാര്യങ്ങളും. ഇത് തുടങ്ങിയേക്കുന്നത് അമേരിക്കയിലാണ്. അത് പിന്നെ എല്ലാവരും അങ്ങനെ അഡാപ്റ്റ് ചെയ്ത് അങ്ങ് എടുത്തു എന്ന് മാത്രം. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഫ്ലിപ്കാർട്ടിലൊക്കെ പറഞ്ഞ ബിഗ് ബില്യൺ ഡേയ്സ് ഇല്ലേ, ആ സ്കീം തന്നെ. ഇതെൻ്റെ പുതിയ റൈബാൻ വാച്ച് എന്ന് റൈബാൻ വാച്ച് എൻ്റെ ഫസ്റ്റ് ട്രാക്ക് വാച്ചാണ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നത്. എന്നാലും ആ സംഭവം നമ്മുടെ നാട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സ് പോലത്തെ സെറ്റപ്പാണ് ഇവിടെ ഈ പറയുന്ന ബ്ലാക്ക് ഫ്രൈഡേ. ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല, രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഇപ്പം എൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ ബ്ലാക്ക് ഫ്രൈഡേ കിടിലനായിരുന്നു. നല്ല രീതിയിൽ പൊട്ടിച്ചൊന്നും തുടങ്ങേണ്ട ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല വെടിപ്പായിട്ട് നല്ല രീതിയിൽ പൊട്ടിയിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇവിടെ വന്ന് എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഷുവർ, ഇറ്റ്സ് എ വെരി ഗുഡ് ടൈം ടു ബൈ. കാരണം എന്താണെന്നല്ലേ, നല്ല രീതിയിൽ ഓഫർ കാര്യങ്ങൾ ഒക്കെയും കാണും. ഇപ്പം ഞാൻ എന്തൊക്കെ മേടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു മറ്റേ പാഡ് മേടിച്ചു. എൻ്റെ പേര് എങ്ങനെയാണ്, മറ്റേ പാഡ് എങ്ങനെയാണെങ്കിലും പറയുന്നല്ലോ. എൻ്റെ വില കാര്യങ്ങളൊക്കെ എത്രയാണ് ഞാൻ പറയാം. ഒരു മറ്റേ പാഡ് മേടിച്ചു, ഒരു കണ്ണാടി മേടിച്ചു, ഒരു ജാക്കറ്റ് മേടിച്ചു, പെർഫ്യൂം മേടിച്ചു, പിന്നെ വേറെ എന്തൊക്കെയൊക്കെയോ മേടിച്ചായിരുന്നു. അപ്പം അത് തെറ്റില്ലാണ്ടൊരു 50,000 രൂപയ്ക്ക് അടുത്ത എമൗണ്ട് ഞാൻ പൊട്ടിച്ചായിരുന്നു ബ്ലാക്ക് ഫ്രൈഡേക്ക്. ഇതൊക്കെ വെർത്തിട്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെർത്തിട്ടായിരുന്നു. ഇപ്പം ഞാൻ ആദ്യം നമുക്ക് ഓൺലൈൻ വേണോ കടയിൽ പോയി മേടിക്കണമെന്ന് പറയാം. ഇപ്പം ഞാൻ ഈ മേടിച്ചു എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം കടയിൽ പോയി നോക്കി. കടയിൽ എന്ന് പറയുമ്പോൾ ഓഫർ ഉണ്ട്, ഇല്ലാ ഒരു അവസ്ഥയാണ്. അവിടെ അവർക്ക് കൂടുതൽ, കടയിലുള്ളവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഓഫറുകളാണ് അവർ കൂടുതൽ വെച്ചേക്കണേ. പക്ഷേ അതേ സാധനം ഓൺലൈൻ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇച്ചിരി എളുപ്പത്തിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ നടക്കും. അപ്പം ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിച്ച് ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ സാധനം വന്നു, മേടിച്ചു. ഇപ്പോൾ കടയിൽ നിന്ന് മേടിച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കടയിൽ ഓഫറുണ്ടോ. ഇപ്പോൾ ഞാൻ പോയിപ്പോൾ കുറേ കടകൾ, ഇപ്പം ഏതൊക്കെയാണ് ഓർമ്മയിട്ടുള്ളത്, ഇഷ്ടംപോലെ കടകളിൽ ബാഗിന് ജാക്കറ്റിനൊക്കെ നല്ല രീതിയിൽ ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നോക്കി കയറാം. അതായത് വലിയ മോളുകളിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ കടകളുണ്ടാവും. അപ്പോൾ അവിടെ കൂടുതൽ ഓഫറും കാണണം. എൻ്റെ ഒരു കാഴ്ചപ്പാട് മറിവ് വെച്ചിട്ടുണ്ടോ. പിന്നെ കാശ് വളരെയധികം കുറയ്ക്കൊന്നുമില്ല, ഒരു തെറ്റില്ലാത്തൊരു എമൗണ്ട് കുറയ്ക്കും. ഇപ്പം ഐഫോണിന് ഇതിനൊക്കെയോ ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ നാട്ടിലെ പോലെ. പ്രോയ്ക്ക് ഒന്നിനും ഡിസ്കൗണ്ട് ഇല്ല. ഐഫോൺ 11, 12, 13, 14, 15 ഒക്കെ ഇല്ലേ, അതിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട്. പക്ഷെ പ്രോ സീരീസിലുള്ള ഒന്നിനും ഡിസ്കൗണ്ട് ഇല്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കേസ്. ഇനി ഞാൻ മേടിച്ച സാധനങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരാം. ഞാൻ ആദ്യം മേടിച്ച സാധനം എന്ന് പറയുന്നത് ഹുവായിയുടെ മറ്റേ പാഡ് എന്താ അങ്ങനെ എനിക്ക് അറിയില്ല, എന്നാലും ഹുവായി മറ്റേ പാഡ് 11.5 ആണ് ഞാൻ മേടിച്ചത്. ഞാൻ ഇതിൻ്റെ ഒരു സാംസങ്ങിനെ കൂടി കമ്പയർ ചെയ്തായിരുന്നു. സാംസങ് FE എന്തൊരു സംഭവമാണ്. മേടിക്കാത്തത് കൊണ്ടും എനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടും ഞാനത് ഏതാന്ന് പറയുന്നില്ല. എന്നിട്ട് ഞാൻ ഇത് ചൂസ് ചെയ്തു, ഹുവായിയുടെ. ഇപ്പം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1, 2, 3, 4 ദിവസം കട്ടയ്ക്ക് ഉപയോഗിച്ചു. ആർഭാടായിട്ട് എനിക്ക് റിവ്യൂ ഒന്നും പറയാൻ അറിയാൻ പാടില്ല, പക്ഷെ കിടിലൻ സാധനമാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ പേനയുണ്ട്, ഈ പറയുന്ന കവറുണ്ട്, കീപാഡുണ്ട്, തെറ്റില്ലാത്ത മെമ്മറി സ്പേസ് ഉണ്ട്. 256 GB ഇന്റേണലും 8 GB റാമും. കിടിലനാണ്. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ സാധനത്തിന് ഞാൻ കൊടുത്ത് 1500 സ്ലോട്ടിയാണ്. 1500 സ്ലോട്ടി നോട്ടിഫിക്കട്ടല്ലോ. ഈ എല്ലാ സാധനം കൂടി, പാൻ, സ്റ്റൈലസും ഈ കീബോർഡും സാധനം ഒക്കെയും കൂടി 256 GB ഇന്റേണലും ഉള്ള ഹുവായിയുടെ മറ്റേ പാഡ് 11.5 ഞാൻ ആകെ കൊടുത്ത് 1500 സ്ലോട്ടിയാണ്. അത് കുറവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കുറവാണ്. ഇത്രയും സാധനങ്ങളുള്ള ഒരു ടാബിന് ഇത്രയൊക്കെ വളരെ കുറവാണ്. കാരണം ഞങ്ങൾ മുന്നൊരു ഐപാഡ് മേടിച്ചപ്പോൾ, ആപ്പിളിൻ്റെ മേടിച്ചപ്പോൾ ഇതിൻ്റെ ബേസിക് വേരിയൻറ്റിന് ഞങ്ങൾ 2500 + 500 3000 ചില്ലുവാൻ ഞങ്ങൾ അതിന് കൊടുത്തിരുന്നു. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പകുതി റേറ്റിൽ ഇത് കിട്ടുമ്പോൾ ഇറ്റ്സ് റിയലി വെർത്ത് ഇറ്റ്. പിന്നെ കമ്പനി വ്യത്യാസം കിട്ടും, എന്നാലും പകുതിനേക്കാളും കുറവിൽ കിട്ടിയപ്പോൾ ഇറ്റ് ഈസ് റിയലി ഗുഡ്. പിന്നെ എന്താ മേടിച്ചത്, പിന്നെ ഒരു ഗ്ലാസ് മേടിച്ചായിരുന്നു ഞാൻ. അത് സമ്മറിൽ എനിക്ക് ഗ്ലാസ് വയ്ക്കുന്നൊരു തരം പ്രാന്തുണ്ട്. വെറുതെ മേടിച്ചാണ്, ഒരു ആവശ്യമില്ലായിരുന്നു. പിന്നെ ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. കിട്ടില്ല സാധനമാണ്, പുഷ്പ ഇറങ്ങിയേക്കുന്നതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. നല്ലതല്ലേ, എനിക്ക് ഇഷ്ടമായി കമൻറ്റ് ചെയ്യും. ഇത് മേടിച്ചു. ഇത് കടയിൽ പോയി മേടിച്ചതാണ്. ഇതിന് 60% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. നല്ല തെറ്റില്ല, ഞാൻ പുറത്തൊക്കെ വെച്ചുകൊണ്ടിരുന്നു, കണ്ടിന്യൂസ് സ്ട്രെയിം വരുന്നില്ല. പിന്നെ ചത്തനല്ല കേട്ടോ, നല്ല സാധനമാണ്. പിന്നെ നാട്ടിലത്തെ പറയുക വെച്ച് നോക്കുമ്പോൾ ഒരു 3000, 4000, 6 റേഞ്ചൊക്കെ കാണുമായിരിക്കും. ഇത് മേടിച്ചു. പിന്നെന്താ മേടിച്ചേ, പിന്നെ പെർഫ്യൂം മേടിച്ചു. എത്തിയിട്ടില്ല സാറേ, ഇത് ഞാൻ പെർഫ്യൂം മേടിച്ചായിരുന്നു. അത് 20 സ്ലോട്ടി ഓഫറിന് വന്നിട്ടുണ്ടായി. പിന്നെ ഞാൻ എന്ത് മേടിച്ചു, ജാക്കറ്റും കൂടി ഉണ്ട്, അതും കൂടി വന്നിട്ടുള്ളൂ. ഇതും കടയിൽ പോയി മേടിച്ചതാണ്. ടാബും പെർഫ്യൂമൊക്കെയാണ് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തത്. ജാക്കറ്റ് ഇതേ കണ്ടില്ലേ, ഈ ജാക്കറ്റ് മേടിച്ചു. ഇതിന് 70 സ്ലോട്ടി 70 സ്ലോട്ടി കൊണ്ട് കണ്ടില്ലേ.
തെറ്റില്ലാത്ത ഒരു ജാക്കറ്റ് മേടിച്ചു. വെർത്തിട്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർത്തിട്ടായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ ബ്ലാക്ക് ഫ്രൈഡേക്ക് മേടിച്ചത്. അപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേക്ക് നിങ്ങൾ എന്തെങ്കിലും സാധനം മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മേടിച്ചു, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ വർഷത്തെ 2024 ബ്ലാക്ക് ഫ്രൈഡേ കഴിഞ്ഞു. ഇനി 2025 2025 അത് എപ്പോഴാണ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബറിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഈ പറയുന്ന ബ്ലാക്ക് ഫ്രൈഡേ. കേട്ടല്ലോ, അവസാനത്തെ വെള്ളിയാഴ്ച. അന്ന് കാലത്ത് പോവുക, ഉച്ചയ്ക്ക് പോവുക, വൈകുന്നേരം പോകുക. എപ്പോഴെങ്കിലൊക്കെ ചിലപ്പോൾ ഫ്ലാഷ് സെയിൽ പോലൊക്കെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ കാണിക്കില്ല, അതേ സ്കീം തന്നെ. ചിലപ്പോൾ കാണിക്കും, ചിലപ്പോൾ കാണിക്കില്ല. ഇത് അങ്ങനെ കിട്ടിയതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതേപോലെ തന്നെ ആ ഒരാഴ്ച ഫുള്ള് തെറ്റില്ലാത്ത ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മൊത്തം നോക്കാം, അയച്ചു പറക്കുക. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് അല്ലെങ്കിൽ നല്ല ചീപ്പായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുക. കാശ് പിന്നെ സെറ്റാക്കാം, പക്ഷേ നല്ല ഓഫറിൽ സാധനം കിട്ടിയാൽ മേടിക്കുക. കടം മേടിച്ചിട്ടായാലും മേടിക്കുക. ഞാൻ ഈ ടാബ് മേടിച്ചതുപോലെ. ദാറ്റ്സ് ഓൾ. പിന്നെ വേറെ എന്തെങ്കിലും എനിക്ക് ബ്ലാക്ക് ഫ്രൈഡേനെ കുറിച്ച് പറയാനുണ്ടോ? ആർത്തി മൂത്ത് വെറുതെ കാശ് കളയാതിരിക്കുക. കുറേ ഉടായ്പ സാധനങ്ങളും കാണാം, കുറേ ചാത്തൻ വെബ്സൈറ്റുകളും ഉണ്ട്. അപ്പോൾ ഇച്ചിരി ഉറപ്പുള്ള വെബ്സൈറ്റിൽ നിന്നൊക്കെ ബുക്ക് ചെയ്യാം. അത്രയും അല്ലേ ഉള്ളൂ ബ്ലാക്ക് ഫ്രൈഡേനെ കുറിച്ച് പറയാൻ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ബാക്കിയുള്ളവരെ എല്ലാവരെയും അറിയിക്കാം. പിന്നെ നിങ്ങൾക്ക് ബ്ലാക്ക് ഫ്രൈഡേക്കുള്ള എന്തെങ്കിലും നല്ല കിട്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും അറിയിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ചാനലിൽ മാറ്റങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് പറ. അപ്പം അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് സ്ഥിരമായി വീഡിയോ ഇടാം. എന്തുകൊണ്ട് ഇത്ര തിരക്കും കാര്യങ്ങളും വീഡിയോ ഇടാൻ പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നു എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ശരി, ബൈ. അപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ ഞാൻ തൂത്തുവാരിയായിരുന്നു. ഒരു ടാബ്, ജാക്കറ്റ്, പെർഫ്യൂം, കണ്ണാടി, ഫിനിഷ് ചെയ്യേണ്ട, കണ്ണാടി വയ്ക്കാൻ മറന്നു. കണ്ണാടി മുതലായ എല്ലാ സാധനങ്ങളും മേടിച്ച് സൂപ്പറായിരുന്നു. അപ്പോൾ ശരി, നമുക്ക് ഇനി വേറെ ഒരു നല്ല സൂപ്പർ വീഡിയോയിൽ കാണാം. ബൈ ബൈ.